ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു കലണ്ടർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള എടുത്തിട്ടുള്ള സാധനങ്ങൾ പറയുമ്പോൾ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ യെല്ലോ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ബ്രഷ് പെൻ എല്ലാത്തിലും ഞാൻ എടുക്കും, അതേപോലെ തന്നെ ഇന്നും എടുത്തിട്ടുണ്ട്. പിന്നെ ഫെവിസ്റ്റിക്ക് ആൻഡ് ഫെവിക്കോൾ, പിന്നെ ഞാൻ ഒരു സിസേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യം വന്നാലോ പറഞ്ഞിട്ടാണ് ഒരു ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഐറ്റംസൊക്കെയാണ്. ഇനി ഞാൻ എടുക്കുമെന്ന് അറിയില്ല എന്തെങ്കിലും ഐറ്റംസ്. ഇപ്പോൾ ഞാൻ ഇത്ര ഐറ്റംസ് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജസ്റ്റ് ഇങ്ങോട്ട് ഫസ്റ്റ് തന്നെയായിട്ട് മടക്കി, ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഇങ്ങോട്ടും മടക്കണം. ഫസ്റ്റ് മുതൽ കാണിക്കാം. ഫസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മടക്കണം, പിന്നെ ജസ്റ്റ് ഇങ്ങോട്ട് മടക്കി കൊടുക്കുകയാണ്. ശരിയാവണില്ല, അത് കാരണം ഞാൻ ഫസ്റ്റ് മുതൽ ഒന്നും കൂടി മടക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പശ തേച്ച് കൊടുക്കണം കേട്ടോ അവിടെ ആയിട്ട്. ജസ്റ്റ് പശ തേച്ച് കൊടുക്കണം. ഞാൻ പശ തേച്ച് കൊടുത്തു കേട്ടോ. ഇനി ജസ്റ്റ് പശ തേച്ച് കൊടുത്തതിന് ശേഷം ഞാൻ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്തു. ഇനി ഗായ്സ് ഞാൻ ചെയ്യാൻ പോണത് അവിടെ ജസ്റ്റ് പശ തേച്ച് കൊടുക്കണം, കാരണം അവിടെ ജസ്റ്റ് ഒന്ന് വിട്ട് വന്നായിരുന്നു. ഇനി ഞാൻ ഇങ്ങനെ മടക്കി കൊടുത്തു. ഇനി ഈ ഒരു പോർഷൻ എടുത്തിട്ട് ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ സൈഡിലോട്ടും ജസ്റ്റ് ഒന്നിങ്ങനെ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു പേപ്പർ ഇങ്ങനെ വയ്ക്കുക, മറ്റേ സൈഡ് പേപ്പറും ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് പക്ഷെ കൊണ്ട് അതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിത് ശരിയാവുമെന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റൊക്കെ ആവുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഇതൊക്കെ വിചാരിച്ചു. അപ്പോൾ പശയൊന്ന് തേച്ച് കൊടുത്തു. ഇനി ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുക. അത്യാവശ്യം ഒട്ടി നിൽക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുത്തതിന് ശേഷം ഡബിൾ സൈഡ് ടാപ്പ് ഒന്ന് മുറിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ആക്ച്വലി ഞാനിത് ഒട്ടിച്ച് കൊടുക്കാനുള്ള കാരണം പശ തേച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ അടിയിൽ മാത്രമായിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒട്ടിച്ച് കൊടുക്കണ പോലെ അല്ല കേട്ടോ ഈ ഒരു ലാസ്റ്റായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ബട്ട് അത് ഞാൻ വീഡിയോയിൽ കാണിക്കണില്ല. ഞാൻ ഇങ്ങനെയല്ല ശരിക്കും ഒട്ടിക്കണം, ഇങ്ങനെ ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് കലണ്ടറാണല്ലോ, അപ്പോൾ കുറച്ച് പേപ്പർ ഇങ്ങനെ ഞാൻ എന്തായാലും അടുത്ത വർഷം ആവാനൊക്കെ ആയി, എങ്കിലും കലണ്ടർ ആവാൻ വിചാരിച്ചു ഞാൻ. അപ്പോൾ ഓഗസ്റ്റ് മന്ത് മുതലുള്ള കലണ്ടറാണ് ഉണ്ടാക്കുന്നത്. ഓഗസ്റ്റ് 30 31 ആയി. ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കൊടുക്കണം.
ഇനി അവിടെ ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇനി ആ കലണ്ടറിൻ്റെ ആ ഒരു അവിടെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റൊക്കെ ആണോ എന്ന് ജസ്റ്റ് ഞാൻ നോക്കുകയാണ് കേട്ടോ. ഓക്കെ, ഒട്ടിച്ചു കൊടുത്തു. ഇനി കുറച്ച് പേജസ് നമുക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പേഴ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓഗസ്റ്റ് മന്ത് മുതലുള്ള പേപ്പർ മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് നമുക്ക് ഓഗസ്റ്റ് അതേപോലെ തന്നെ മന്ത്സൊക്കെ എഴുതി കൊടുക്കണം. അങ്ങനെ ഓഗസ്റ്റ് മന്തിൻ്റെ എഴുതി. ബട്ട് ഈ ഒരു ബ്രഷ് പെന്നും കൊണ്ട് എഴുതുമ്പോൾ കുറച്ച് ഇടങ്ങേറ് ഇങ്ങനെ കൊളാവണൊക്കെ ഉണ്ട്. ജസ്റ്റ് സാരല്ല, ഇങ്ങനെയൊക്കെ ഇപ്പം മതി. ഞാൻ സെപ്റ്റംബർ എഴുതണില്ലേന്ന് ചോദിക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ സെപ്റ്റംബറൊക്കെ ഓൾറെഡി ഞാൻ എഴുതി. സെപ്റ്റംബർ എഴുതി. ഇനി നവംബർ എഴുതി കൊടുക്കുകയാണ്. സെപ്റ്റംബർ എഴുതിയത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ പേപ്പേഴ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് അതിലൊന്ന് ഇട്ട് കൊടുക്കണം. ഫസ്റ്റ് ഓഗസ്റ്റ് മന്ത് വരുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 2024 ജസ്റ്റ് എഴുതിയിട്ട് ഒരു മാഗസിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. പക്ഷേ ഈ ഒരു കലണ്ടർ ഞാൻ ക്യൂട്ടാവാന്നൊക്കെ വിചാരിച്ചത്. ബട്ട് അത്യാവശ്യം വേറെ എന്തോ പോലെ എനിക്ക് അത്രയ്ക്ക് ക്യൂട്ടായിട്ടും അതുപോലെ രസമായിട്ടും തോന്നിയില്ല. കുഴപ്പമില്ലാന്ന് തോന്നി. ചെറുതായിട്ടൊക്കെ കുഴപ്പമില്ലാതെ തോന്നി. ഇനി അടുത്ത വർഷം നോക്കാം. അടിപൊളിയുള്ള നല്ല ക്യൂട്ടോ അല്ലെങ്കിൽ വിൻറ്റേജോ ഒക്കെ ആ ഒരു തീമിലായിട്ട്. ഇപ്പം ഞാൻ എന്തൊക്കെയൊക്കെയോ കാട്ടിയിട്ടാണ് ഇതാക്കിയേക്കുന്നത്. അങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി കുറച്ചും കൂടിയും കുറച്ചും കൂടിയല്ല, ഒരു ചെറിയൊരു ഡെക്കറേഷൻ, ചെറുതൊന്നും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് പോലും ഇല്ല. ഇങ്ങനെയൊക്കെ നമുക്ക് മാറ്റി ഈ ഓഗസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ബാക്കിലോട്ട് തള്ളിയിട്ട് സെപ്റ്റംബർ ആയിരിക്കും ഫ്രണ്ടിൽ. ഇനി ഒരു പേർപ്പിൾ കളർ ഇതൊന്ന് ജസ്റ്റ് ലവ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ആയിട്ടൊന്ന് ജസ്റ്റ് ലവ് ഷേപ്പിൽ ഫസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ട് വേണം അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു. ബട്ട് ഞാൻ അവിടെ ആയിട്ടല്ല ഒട്ടിച്ച് കൊടുക്കുന്നത്, ഞാൻ അതിപ്പോൾ തന്നെ മാറ്റും. അപ്പോൾ ഈ ഒരു സ്മോൾ ഡിസൈനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.